Welcome to my second video. In the first video, you learned about the meaning, examples, and features of a not-for-profit organization. A not-for-profit organization maintains its accounts under cash system of accounting. They usually maintains a cash book, ledger account, and a stock register. At the end of every financial year, they maintains a receipt and payment account, income and expenditure account, and a balance sheet. At last, you learned about the division of cash receipts and payments into revenue receipts and payments and capital receipts and payments. In this video, I like to present some important terms in not-for-profit organization. And the first term is entrance fee. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ ക്ലബ് ആയാലോ ലൈബ്രറീസ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ മറ്റുള്ള ട്രസ്റ്റുകളായി കഴിഞ്ഞാലോ പുതുതായിട്ട് ഒരാൾ ഇത്തരം സ്ഥാപനങ്ങളിൽ മെമ്പറായി വരുന്ന സമയത്ത് അവർ ഒടുക്കേണ്ട ഫീസിനെയാണ് പറയുന്നത് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. നമുക്കൊരു തരത്തിൽ പറയാം അഡ്മിഷൻ ഫീ എന്ന് പറയാം. ഒരു വ്യക്തി പുതുതായി നമ്മുടെ സ്ഥാപനത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കൊടുക്കേണ്ട ഫീസിനെയാണ് പറയുന്നത് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി എമൗണ്ട് ഓഫ് ഫീസ് കളക്റ്റഡ് ഓൺ ദി അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. ജനറലി മെമ്പേഴ്സ് ആർ അഡ്മിറ്റഡ് എവരി ഇയർ. സാധാരണയായിട്ട് എല്ലാ വർഷവും പുതിയ പുതിയ മെമ്പേഴ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമുക്ക് എൻട്രൻസ് ഫീ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, റവന്യൂ നേച്ചർ ആൻഡ് ക്യാപിറ്റൽ നേച്ചർ. അപ്പൊ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് എൻട്രൻസ് ഫീ ആയി പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് റവന്യൂ നേച്ചർ ആയിരിക്കുമോ ക്യാപിറ്റൽ നേച്ചർ ആയിരിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞു റവന്യൂ നേച്ചർ എന്ന് പറയുന്നത് റെക്കറിംഗ് ആണ്, ക്യാപിറ്റൽ നേച്ചർ എന്ന് പറയുന്നത് നോൺ റെക്കറിംഗ് ആണ്. സോ എൻട്രൻസ് ഫീ വിൽ ബി റിസീവ്ഡ് every year because new members will be admitted every year. Hence, entrance fee, it may be treated as revenue receipt. റവന്യൂ നേച്ചർ ആയതുകൊണ്ട് തന്നെ ഈ എൻട്രൻസ് ഫീ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം നമ്മൾ കാണിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ്. ഇഫ് ദർ ഈസ് സ്പെഷ്യൽ മെൻഷൻ അബൌട്ട് capitalization, then it is to be shown on the liability side. ക്യാപിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ വല്ല മെൻഷനിങ് നടത്തുകയാണെങ്കിൽ അത് ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. കാരണം എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും മെമ്പേഴ്സ് വന്നുകൊള്ളണമെന്നില്ല. ഈ വർഷം വന്നതുപോലെ അടുത്ത വർഷം മെമ്പേഴ്സ് വരണമെന്നില്ല. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ചില സമയങ്ങളിൽ എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രത്യേകം പറയുമ്പോൾ അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ചിലപ്പോൾ ഈ വർഷം കിട്ടിയ എൻട്രൻസ് ഫീയിൽ കുറച്ച് എൻട്രൻസ് ഫീ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാക്കിയുള്ളത് ബാലൻസ് ഷീറ്റിലും കാണിക്കാൻ വേണ്ടി പറയും. കുറച്ച് റവന്യൂ ആയിട്ടും കുറച്ച് ക്യാപിറ്റലായിട്ടും കാണിക്കാൻ വേണ്ടി പറയും. ഇപ്പൊ സാധാരണയായിട്ട് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് റവന്യൂ നേച്ചറായിട്ട് പരിഗണിച്ചുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് വൺ സബ്സ്ക്രിപ്ഷൻസ്. സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിസംഖ്യ. എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ.
നമ്മുടെ സ്ഥാപനത്തിൽ മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപനത്തിലെ മെമ്പേഴ്സ് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മെമ്പേഴ്സ് ഈ ഒരു സ്ഥാപനത്തിന് എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ തുകക്കാണ് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, വരിസംഖ്യ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വന്നു, ഇത് റവന്യൂ നേച്ചറാണോ ക്യാപിറ്റൽ നേച്ചറാണോ എന്നുള്ളത്. അപ്പം അത് ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സ് എല്ലാ വർഷവും ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന ചെലവിന് വേണ്ടി കൊടുക്കുന്ന തുകയാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ റെക്കറിംഗ് റെസീറ്റ്. റെക്കറിംഗ് ആണ്, ആവർത്തിച്ച് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് എ റവന്യൂ റെസീറ്റ്. It should be credited to income and expenditure account. So subscriptions received from members is to be treated as revenue receipt and is to be credited to income and expenditure account. And third one is special subscriptions. മെമ്പേഴ്സിൻ്റെ എടുക്കുന്ന ചില സമയത്ത് ചില സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇത്തരം എമൗണ്ട് കളക്ട് ചെയ്യാം, വരിസംഖ്യയായിട്ട് എമൗണ്ടുകൾ കളക്ട് ചെയ്യാം. എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു സ്പെഷ്യൽ റീസൺസ് വെച്ചുകൊണ്ട് മെമ്പേഴ്സിൻ്റെ അടുക്കുന്ന ഇത്തരം എമൗണ്ടുകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ നേച്ചർ. അത് ലാബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ഫണ്ടായിട്ട് കാണിച്ചിരിക്കണം. കാരണം സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിൻ്റെ അടുക്കുന്ന പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ ആ ഒരു പർപ്പസിനല്ലാതെ മറ്റൊരു പർപ്പസിനും യൂട്ടിലൈസ് ചെയ്യാൻ സാധാരണ കേസിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് സാധാരണ ഇൻകമായിട്ട് കാണിക്കാൻ വേണ്ടി പാടില്ല. അത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ പ്രത്യേകം ഒരു ഫണ്ടായിട്ട് കാണിച്ചിരിക്കണം. ഇപ്പോൾ സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ, ഇഫ് എനി സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഈസ് കളക്റ്റഡ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ നേച്ചർ ആൻഡ് ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ആസ് സെപ്പറേറ്റ് ഫണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിലെ മെമ്പേഴ്സ് എല്ലാ വർഷവും ആ ഒരു സ്ഥാപനത്തിലെ ചെലവുകൾക്ക് വേണ്ടി കൊടുക്കുന്ന തുകക്കാണ് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ മെമ്പേഴ്സ് ആയിരിക്കുന്നവർ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ചില മെമ്പേഴ്സ് എല്ലാ വർഷവും ഇങ്ങനെ എമൗണ്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക, കുറച്ചൊരു വലിയൊരു എമൗണ്ട് ആജീവനാന്ത മെമ്പർഷിപ്പായി സ്ഥാപനത്തിന് കൊടുക്കാം. പിന്നീട് അവർ ഓരോ വർഷവും കൊടുക്കേണ്ട ആവശ്യമില്ല, സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ വർഷവും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു വലിയൊരു തുക, നിശ്ചിത തുക ആജീവനാന്ത മെമ്പർഷിപ്പ് എന്നുള്ള നിലയിൽ ആ ഒരു സ്ഥാപനത്തിന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയും. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലംസം എമൗണ്ട് പെയ്ഡ് ആസ് മെമ്പർഷിപ്പ് ഫീ ഓൺ അഡ്മിഷൻ ഓഫ് എ മെമ്പർ ഫോർ ഹിസ് ഹോൾ ലൈഫ്. It is called life membership fee. It is paid once instead of paying regular subscription. It is capital nature and is added to capital fund on the liabilities side. ഇനി അഞ്ചാമത്തെ ടേം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഡൊണേഷൻസ്. സിമ്പിളാണ്. ഡൊണേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാവന. Donations are amounts received by way of gift. സംഭാവനയായി കിട്ടുന്ന, സമ്മാനമായി കിട്ടുന്ന
തുകകൾക്കാണ് നമ്മൾ പറയുന്നത് ഡൊണേഷൻസ് എന്ന് പറയുന്നത്. ക്യാഷോ ബാങ്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റുകളോ എന്തും ആവും. ഇറ്റ് മേ ബി ജനറൽ ഡൊണേഷൻ ഓർ സ്പെസിഫിക് ഡൊണേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ജനറലായിട്ട് കിട്ടുന്ന ഡൊണേഷൻ ഉണ്ടാകാം, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡൊണേഷൻ സ്വീകരിച്ചിട്ടുണ്ടാകും. ഒരു ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമായിട്ട് നമ്മളൊരു ഡൊണേഷൻ സ്വീകരിക്കുകയാണ്, അത് സ്പെസിഫിക് ഡൊണേഷനാണ്. നമ്മളൊരു ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പർപ്പസിന് മാത്രമായിട്ട് നമ്മൾ ഡൊണേഷൻ പബ്ലിക്കിന് എടുക്കുന്നു, മറ്റുള്ളവർ എടുക്കുന്നു, നമ്മൾ സ്വീകരിക്കുക, അത് സ്പെസിഫിക് ഡൊണേഷനാണ്, സ്പെസിഫിക് പർപ്പസാണ്. General donation. Donations collected for general purpose is treated as revenue nature and is credited to income and expenditure account. Specific donation. Donations collected for a specific purpose is treated as capital nature and is shown on the liability side after deducting related expenses. സ്പെസിഫിക് ഡൊണേഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ വല്ലതുമുണ്ടെങ്കിൽ ആ ചെലവുകൾ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം സ്പെസിഫിക് ഡൊണേഷൻ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാൻഡ്, സഹായങ്ങൾ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ നമുക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാം. അങ്ങനെ സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം ആൻഡ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ് സഹായം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ലൈബ്രറിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ് തരുന്നതെങ്കിൽ അതൊരു പ്രത്യേക ഐറ്റമായിട്ട് ലാബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അത് ക്യാപിറ്റൽ നാച്ചുറായിട്ട് വേണം പരിഗണിക്കാൻ വേണ്ടി. വരുന്നതാണ് ലെഗസി. ലെഗസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എമൗണ്ട് റിസീവ്ഡ് ബൈ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദി വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഇറ്റ് ഈസ് കോൾഡ് ലെഗസി. ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അയാളുടെ വസ്തുവകകൾ എൻ്റെ മരണശേഷം ഈ ഒരു സ്ഥാപനത്തിന് അവകാശപ്പെട്ടതാണെന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു വസ്തുവകകൾ ഈ ഒരു സ്ഥാപനത്തിന് അവകാശപ്പെട്ടതായി മാറും, ഈ ഒരു സ്ഥാപനത്തിന് ലഭിക്കും. അങ്ങനെ ഒരാളുടെ വിൽപത്ര പ്രകാരം എഴുതി വെച്ച് അയാളുടെ മരണശേഷം അയാളുടെ വസ്തുവകകൾ, ക്യാഷോ ബാങ്കോ മറ്റ് അസറ്റുകളോ നമ്മുടെ സ്ഥാപനത്തിന് ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ലെഗസി എന്ന് പറയുന്നത്. ഇപ്പോൾ ലെഗസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എമൗണ്ട് റിസീവ്ഡ് ബൈ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദി വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. എന്ന് പറയുന്നത് എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് അല്ല, വല്ലപ്പോഴും മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് കംസ് സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, പീരിയോഡിക്കൽ, സ്പോർട്സ് മെറ്റീരിയൽസ് എക്സെട്ര. ഞങ്ങൾ എല്ലാ ദിവസവും ചിലപ്പോൾ ന്യൂസ് പേപ്പറുകൾ വാങ്ങിക്കുന്നുണ്ടാവും, പീരിയോഡിക്കൽസ് വാങ്ങിക്കുന്നുണ്ടാവും, മാഗസീൻസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസമോ 2 മാസമോ 3 മാസമോ എത്തുമ്പോൾ നമ്മളിതൊക്കെ തൂക്കി വിൽക്കും, സ്ക്രാപ്പ് വിലക്കും. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സോ മറ്റോ നമ്മൾ തൂക്കി വിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻകം കിട്ടും. ആ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കൂടെ കിട്ടും. നമ്മൾ എല്ലാ മാസവും വിറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെ ഈ വർഷം കിട്ടും, അടുത്ത വർഷം കിട്ടും, എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് capital or revenue, that is revenue nature. Yes, very good. It is treated as revenue nature and it is credited to income and expenditure account.
So, sale of newspapers, periodicals, etc. is treated as revenue nature and is credited to income and expenditure account. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമുക്കിപ്പോൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.